നമുക്കറിയാം 2015-20 കാലയളവിൽ പാലിശ്ശേരി വാർഡിൻ്റെ കൗൺസിലറായിരുന്ന മാജിദ അഷ്ഫാഖിൻ്റെ പ്രകടനങ്ങളുടെ ദൃക്സാക്ഷികളാണ് നാം ഏവരും. അങ്ങനെ 5 വർഷം വളരെ മികവുറ്റ ഭരണം കാഴ്ചവെച്ച് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തി ഏറ്റവും നല്ല മാതൃകാ വാർഡായി പാലിശ്ശേരിയെ മാറ്റിയ ഒരു കൗൺസിലറായിരുന്നു മാജിദ അഷ്ഫാഖ്. 2015-20 കാലഘട്ടം അതായിരുന്നു തലശ്ശേരി നഗരസഭയിൽപ്പെട്ട പാലിശ്ശേരിയുടെ വസന്തകാലം. റോഡുകളുടെ നവീകരണത്തിനും ഡ്രൈനേജിൻ്റെ സംരക്ഷണത്തിനും മാത്രം 1,05,00,000 രൂപ ചെലവഴിച്ചത് ഈ കാലഘട്ടത്തിലാണ്. 5 പ്രധാന റോഡുകളുടെ ടാറിങ്ങും ഈ കാലയളവിൽ നടന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും. 12ഓളം ഇടവഴികൾ കോൺക്രീറ്റ് ചെയ്തതും 4 ഇടവഴികൾ ഇന്റർലോക്ക് ചെയ്തതും ഈ വാർഡിലെ ജനങ്ങൾ മറന്നിട്ടില്ല. മാത്രവുമല്ല, വാർഡിൻ്റെ മിക്ക റോഡുകളുടെയും ടാറിങ് നടത്തിയതും ഈ കാലഘട്ടത്തിലാണ്. അങ്ങനെ പാലിശ്ശേരി വാർഡിൻ്റെ അവസ്ഥ തന്നെ മാറി മറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു 2015-20 എന്ന് പറയുന്നത്. നമുക്കറിയാം, പാലിശ്ശേരി വാർഡിൽ 2015-20 കാലഘട്ടത്തിൽ 4 പ്രധാനപ്പെട്ട ഇടവഴികളിൽ ഇലക്ട്രിക് വർക്കുകൾ വാർഡ് ആ ഇടവഴികൾ ഇലക്ട്രിക് ലൈൻ സ്ഥാപിക്കുന്ന വർക്ക് ഈ അവസരത്തിലായിരുന്നു നടത്തിയിരുന്നത്. അതുമാത്രമല്ല, ഓജാലിൻ്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടി നിരവധി പരിഷ്കാരങ്ങൾ മാജിദ അഷ്ഫാഖ് എന്ന നമ്മുടെ കൗൺസിലറുടെ നേതൃത്വത്തിൽ നടന്നതും ഈ ഒരു അവസരത്തിലാണ്. ജൈവ പച്ചക്കറി കൃഷിക്ക് മുഖ്യ പരിഗണന നൽകുകയും വീടുകളിലെ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ കൗൺസിലറുടെ ജനകീയ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തത് ഈ അവസരത്തിലാണ്. മാത്രമല്ല, വാർഡിൽ 3 പുതിയ കിണറുകളുടെ ശുചീകരണവും തോട് ഓവുചാലുകളുടെ മഴക്കാലപൂർവ്വ ശുചീകരണവും വീടുകളിൽ മഴക്കുഴികൾ നിർമ്മിക്കുകയും കൊയ്യാലി തോട് വൃത്തിയാക്കുകയും ചെയ്തത് ഈ സമയത്തായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തും മികച്ച പ്രകടനമായിരുന്നു മാജിദ അഷ്ഫാഖ് കാഴ്ചവെച്ചത്. വിദ്യാഭ്യാസത്തിനും വനിതാ ശാക്തീകരണത്തിനും മുൻഗണന നൽകിയത് വഴി നിരവധി പുരോഗതി കൈവരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. 1-ാം ക്ലാസ് 1-ാം തരമാക്കൽ, സ്കൂൾ പ്രവേശനോത്സവം, അംഗൻവാടി പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനങ്ങൾ, വനിതാ സാംസ്കാരിക കേന്ദ്രം, കെട്ടിടം സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കൽ എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രം. വാർഡിൻ്റെ മതമൈത്രി കാത്തുസൂക്ഷിക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിച്ച 5 വർഷമായിരുന്നു 2015-20 കാലഘട്ടം. ആഘോഷ ദിവസങ്ങളിൽ ജാതി മതഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു മാജിദ അഷ്ഫാഖ് എന്ന നമ്മുടെ കൗൺസിലർ. പെരുന്നാൾ, ഓണം നാളിൽ സമ്മാനമായി വീടുകളിലെ സന്ദർശനം, ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കൽ എന്നിവ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളായിരുന്നു. ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതിനുശേഷം വന്ന കൗൺസിലർമാരുടെ ഒന്നും പ്രവർത്തനങ്ങളിൽ നമുക്കത് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അർഹരായവർക്ക് താങ്ങും തണലുമായി നിരവധി പദ്ധതികൾ ഈ സമയത്ത് നടന്നിരുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു കടൽ ഭിത്തി സംരക്ഷണം ഏർപ്പെടുത്തിയത്. പാലിശ്ശേരി വാർഡിനെ പറ്റി നമുക്കറിയാം, തീരദേശ പ്രദേശത്തുള്ള ഒരു വാർഡാണ് പാലിശ്ശേരി വാർഡ് എന്നുള്ളത്. കടലോര പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ കടൽക്ഷോഭത്തിൻ്റെ സമയത്ത് വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന അവസരമായിരുന്നു പാലിശ്ശേരി ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ആശങ്കകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ജനകീയ സമ്മർദ്ദത്തിലൂടെ വച്ചൽപ്പാക്കി കടൽ ഭിത്തി സംരക്ഷണം ഉറപ്പുവരുത്തിയ ജനകീയ ഇടപെടൽ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഇങ്ങനെ ഒരുപാട് നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മികച്ച 5 വർഷം ഭരണത്തിലൂടെ ജനങ്ങളുടെ ഹൃദയം കവർന്ന കൗൺസിലറായിരുന്നു മാജിദ അഷ്ഫാഖ് എന്ന് പറയുന്നത്. അങ്ങനെ അവർ വീണ്ടും നമുക്ക് വേണ്ടി മത്സരിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അവർക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അവരെ വൻഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.